ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെയാണ് സോഫ്റ്റ് അപ്പം തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ്. അപ്പം ഉണ്ടാക്കാൻ നമ്മൾ ഈസ്റ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. നമുക്ക് അപ്പം ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. വെറും 10 മിനിറ്റ് മതി ഈ അപ്പം തയ്യാറാക്കാൻ. ഈസ്റ്റ് ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം റെഡിയാക്കാം. അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മിക്സി ജാറിൽ ഒരു അര കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ആഡ് ചെയ്യുന്നത് അപ്പത്തിനൊരു ചെറിയ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ ഒരു അര കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നാലേ നന്നായിട്ട് അരിഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം അപ്പത്തിനുള്ളൊരു സ്മൂത്ത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ നമ്മൾ മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ അപ്പത്തിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് 10 മിനിറ്റ്സ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് എളുപ്പത്തിലൊരു മുട്ടക്കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 2 മീഡിയം സൈസ്ഡ് സവാള ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 മീഡിയം സൈസ്ഡ് തക്കാളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 10 കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറിക്ക് വേണ്ടി ഞാനൊരു 5 കോഴിമുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിമുട്ടൻ്റെ മേലെ സ്ലിറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു കടായിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 കഷ്ണം പട്ടയും 4-5 കറാമ്പൂ, 2-3 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ്ഡ് സവാള ചെറുതാക്കി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ച ചുവയൊന്ന് മാറിക്കിട്ടുന്നവരെ. ഇപ്പം സവാള അത്യാവശ്യം വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച സവാളയുടെയും ടൊമാറ്റോയുടെയും പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി വളരെ ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഇതിൻ്റെ പച്ചച്ചൊവയൊന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. അപ്പം ഞാനിതിൽ 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് നേരം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം മസാലയൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യണം.
ഇനി മറ്റൊരു പാനിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം ഈ മസാലയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ മസാലയൊക്കെ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച കോഴിമുട്ടൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മസാലയൊക്കെ കോഴിമുട്ടൻ്റെ മേലെ ശരിക്കും എല്ലാ ഭാഗത്തും പിടിക്കുന്ന അതേ രീതിയിൽ വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ. ഒരു 2 മിനിറ്റ് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഗ്രേവി ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം ഗ്രേവിയൊക്കെ ശരിക്കും ബോയിലായി നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കോഴിമുട്ടൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്യുക. ഇപ്പം നമ്മളെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മളെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഇനോ ഫ്രൂട്ട് സോൾട്ടാണ്. ഇത് ബേക്കിംഗ് സോഡയ്ക്ക് പകരമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് മാവൊന്ന് പതഞ്ഞ് പൊങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഇനോ ഫ്രൂട്ട് സോൾട്ട് അതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരു ഇഡ്ലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ റെഡിയാക്കേണ്ടത്. ഇനി നമുക്ക് നേരെ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു തവ ചൂടാക്കിയിരിക്കുന്നു. അതിലേക്ക് 2 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുങ്ങനെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അധികം തിന്നാക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ നിറയെ കുത്തുകൾ വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം അപ്പം ചുട്ടെടുക്കാൻ. ഫ്ലെയിം കൂട്ടിയാൽ അടിഭാഗം കരിഞ്ഞു പോവും. അപ്പം നന്നായി കിട്ടൂല. ഇപ്പം നമ്മൾ അപ്പത്തിൻ്റെ മേലെ നിറയെ കുത്തുകൾ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് 1 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ അപ്പത്തിൻ്റെ ഉൾഭാഗമൊക്കെ ശരിക്ക് വെന്ത് കിട്ടും. ഇപ്പം അപ്പം ശരിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ട് അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അപ്പം റെഡിയാക്കി എടുക്കാൻ. എന്നാലേ നിറയെ കുത്തുകൾ വരുള്ളൂ. ഇപ്പം നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അപ്പത്തിൻ്റെ അടിവശമാണിത്. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ അപ്പം മുട്ടക്കറിയും റെഡിയാണ് സെർവ് ചെയ്യാൻ. അപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറി ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളെ വാല്യുബിൾ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം.